ഇന്നത്തെ അറിയിപ്പുകൾ. കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര ഇനി കേരളത്തിൻ്റെ സ്വന്തം സർവീസിലൂടെ. കോ കേരള എന്ന പേരിൽ സഹകരണ മേഖലയിലെ ആദ്യ വിമാന കമ്പനി രൂപീകരിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ ആഭ്യന്തര വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോ കേരള എന്ന പേരിൽ പുതിയ വിമാന സർവീസ് ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായി MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അറിയിച്ചു. സഹകരണ മേഖലയിലെ ആദ്യ വിമാന കമ്പനിയായി സിയാൽ മാതൃകയിൽ കമ്പനി രൂപീകരിച്ചാണ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് സർവീസ് ആരംഭിക്കും. നെടുമ്പാശ്ശേരി ആസ്ഥാനമായി കരിപ്പൂർ, കണ്ണൂർ, മംഗളൂരു, ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് പദ്ധതി. മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ മന്ത്രി വൈസ് ചെയർമാനുമായുള്ള കമ്പനിയിൽ 200 സഹകരണ സംഘങ്ങൾ 2 കോടി രൂപ വീതം നിക്ഷേപിച്ച് ആദ്യഘട്ടം നടപ്പാക്കാനാണ് നിർദ്ദേശം. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാത്ത പദ്ധതിയുടെ രൂപരേഖ ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പദ്ധതിയെ അനുകൂലമായാണ് സമീപിച്ചതെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു. 72 സീറ്റുകളുള്ള വിമാനങ്ങളായിരിക്കും സർവീസിന് ഉപയോഗിക്കുക. 3500 മുതൽ 7000 രൂപ വരെയായിരിക്കും ടിക്കറ്റ് നിരക്ക്. അതിവേഗ ട്രെയിനുകളോട് മത്സരിക്കുന്ന നിരക്കിൽ വിമാനയാത്ര ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 200 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യ 2 വർഷത്തിന് ശേഷം കമ്പനി ലാഭത്തിലെത്തുമെന്നും സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയാൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിമാന സർവീസിനൊപ്പം ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അനുബന്ധ സേവനങ്ങളും ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ജൂനിയർ ഡോക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വോക്ക്-ഇൻ ഇന്റർവ്യൂ ജൂലൈ 3 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടന്റിന്റെ ഓഫീസിൽ നടക്കും. MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കേരള മെഡിക്കൽ കൗൺസിൽ, ട്രാവൻകൂർ, കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് സൂപ്രണ്ടന്റിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ടില്ലെന്ന് സൂചന നൽകി സർക്കാർ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് 2000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മുന്നറിയിപ്പ് നൽകി. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് കേരളത്തിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് ഏകദേശം 2000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 152 ബ്ലോക്കുകളിലെ 304 സ്കൂളുകൾക്ക് 3 വർഷത്തേക്ക് 1 കോടി രൂപ വീതം ലഭിക്കും. ഇതിലൂടെ 900 കോടിയിലധികം രൂപ കേരളത്തിന് ലഭിക്കുമെന്നാണ് കണക്ക്. കൂടാതെ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത പക്ഷം സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ 1150 കോടി രൂപയുടെ കേന്ദ്ര വിഹിതവും നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ ഈ ഫണ്ട് പ്രതീക്ഷിച്ചാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന് തുല്യമല്ലെന്നും NEP കേരളത്തിൽ നടപ്പാക്കില്ലെന്ന സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. പദ്ധതി പ്രകാരം ഓരോ തദ്ദേശ സ്വയംഭരണ ബ്ലോക്കിലും ഒരു എലിമെന്ററി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും തെരഞ്ഞെടുക്കും. പദ്ധതിയുടെ ചെലവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കുക. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും കേന്ദ്ര സഹായത്തിനും വലിയ തിരിച്ചടിയാകുമെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. അതേസമയം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൂന്നാറിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സർക്കാർ ഭൂമി ഒടുവിൽ വനം വകുപ്പിന്റെ കൈകളിലേക്ക്. പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 100-ലധികം ഏക്കർ ഭൂമിയാണ് 39 വർഷത്തിന് ശേഷം സർക്കാർ തിരിച്ചുപിടിച്ചത്. മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തു. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള 42.72 ഹെക്ടർ, അതായത് 100-ലധികം ഏക്കർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്നതിന് 39 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ ഔദ്യോഗികമായി തിരിച്ചുപിടിച്ചത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 ഹാരിസൺ മലയാളം ലിമിറ്റഡിൽ നിന്ന് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം.
തുടർന്ന് കമ്പനി നൽകിയ ഹർജിയിൽ 1987 ഹൈക്കോടതി 168.72 ഹെക്ടർ ഭൂമി കമ്പനിക്ക് തിരികെ നൽകാനും ശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാർ ഏറ്റെടുക്കാനും ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി വിധിയും പിന്നീട് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തതും ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി സർക്കാർ കൈവശമാക്കാതെ തുടർന്നു. ഇതിനിടെ ഈ ഭൂമിയിൽ സ്വകാര്യ ടെന്റ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും വനംവകുപ്പ് പറയുന്നു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാസങ്ങളോളം രഹസ്യ സർവേയും രേഖാപരിശോധനയും നടത്തിയ ശേഷമാണ് ഭൂമി പൂർണ്ണമായും വനംവകുപ്പിന്റെ അധീനതയിലാക്കിയത്. കാട്ടാനകളടക്കമുള്ള വന്യജീവികളുടെ പ്രധാന ആവാസ കേന്ദ്രവും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശവുമായ ഈ ഭൂമിയിൽ വനംവകുപ്പ് ബോർഡുകളും അതിർത്തി ചിഹ്നങ്ങളും സ്ഥാപിച്ചു. വനംവകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമി വീണ്ടെടുപ്പുകളിൽ ഒന്നായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.